പണമടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് നിർത്തിവച്ചു. മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലുള്ള കുടിവെള്ള വിതരണമാണ് നിർത്തിയത്. സംസ്ഥാനത്ത് 3-ാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗലൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളിലാണ് 3-ാം പാതയ്ക്ക് സാധ്യത. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് നിർത്തിവച്ചു. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ബംഗ്ലാവ് കടവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുടിവെള്ളത്തിന്റെ പണം അടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി നിർത്തിവച്ചു. മെയ് മാസം മുതലുള്ള കുടിവെള്ളത്തിന്റെ പണം അടച്ചില്ലെന്നാരോപിച്ചാണ് കുടിവെള്ള വിതരണം നിർത്തിവച്ചത്. കോടികൾ കുടിശ്ശികയുള്ളപ്പോഴാണ് മെയ് മാസത്തിലെ നിരക്കിൽ പകുതി പോലും അടയ്ക്കാത്തതിന്റെ പേരിൽ മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വ്യാഴാഴ്ച മുതൽ നിർത്തിവെച്ചത്. പുത്തഞ്ചിറ പഞ്ചായത്ത് 50%-ലധികവും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് 50%-വും മെയ് മാസത്തിലെ നിരക്ക് അടച്ചിട്ടുണ്ട്. കോടികളുടെ കുടിശ്ശികയായതോടെ അതാത് മാസങ്ങളിലെ പകുതി നിരക്കെങ്കിലും അടയ്ക്കണമെന്ന ജല അതോറിറ്റി അധികൃതരുടെ നിർദ്ദേശം പഞ്ചായത്തുകൾ അംഗീകരിച്ചിരുന്നു. ജൂൺ 1-ന് സമാനമായ രീതിയിൽ ജലനിധി പദ്ധതിയുടെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും നിർത്തിവച്ചിരുന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി അഷ്ടമിച്ചിറ ഓഫീസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിൽ കുത്തിയിരിപ്പ് നടത്തിയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിച്ച് മെയ് മാസത്തെ നിരക്കിന്റെ പകുതി പോലും അടയ്ക്കാൻ തയ്യാറായില്ലെന്നാണ് ജല അതോറിറ്റി നൽകുന്ന വിശദീകരണം. ജലനിധി പദ്ധതിയിലുള്ള മാള, പുത്തഞ്ചിറ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിൽ നിന്ന് 17,39,34,936 രൂപയാണ് 2024 ജൂൺ 30 വരെ കുടിശ്ശികയായുള്ളത്. ഇതിൽ മാള പഞ്ചായത്താണ് 5.5 കോടിയിലധികം കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള. സംസ്ഥാനത്ത് സമാന്തര പാതയ്ക്കും 3-ാം പാതയ്ക്കുമായി റെയിൽവേ സർവേ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായാണ് 3-ാം പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം ഷൊർണൂർ, പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ കോയമ്പത്തൂർ, ഷൊർണൂർ മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് റെയിൽവേ സർവേ നടത്തിയത്. ഇതിൽ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ വരെയുള്ള പാത പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന് വാഴാലിക്കാവിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചാൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാവില്ല എന്ന പഠന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പാതയ്ക്ക് സമാന്തരമല്ലാതെ മറ്റൊരു പാത നിർമ്മിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് ഉടനെ നടപ്പിലാകില്ലെന്നും വ്യക്തമായ പദ്ധതി റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള 3-ാം പാത വന്നാൽ പോലും വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാകില്ല എന്നും മുൻ റെയിൽവേ ജീവനക്കാരനായ കെ ശശിധരൻ പറയുന്നു. 3-ാം പാതയും 4-ാം പാതയും വന്നാൽ പോലും അതിന് 130 കിലോമീറ്റർ വേഗതയോ 110 കിലോമീറ്റർ വേഗതയോ ആണ് പറയുന്നത്. 160 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നതിൽ പോലും എത്തുമോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിലാണ്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. വന്ദേ ഭാരതിന്റെ വേഗത പോലും 60 കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഷൊർണൂരും എറണാകുളത്തിനും ഇടയിലുള്ള ബോട്ടിൽ നെക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, വേഗത കൂട്ടുക എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും ഷൊർണൂർ, പാലക്കാട്, എറണാകുളം മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടുതലായതിനാലുമാണ് ഇത് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയുള്ള വളവുകൾ ഉള്ളതിനാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത എന്നത് അപ്രായോഗികമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ചെറുതുരുത്തി, പൈങ്കുളം, തൊഴൂപ്പാടം എന്നീ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധനയും നടക്കുന്നതായി പറയുന്നു. ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള പുതിയ പാതയിൽ 3-ന് പുറമെ 4-മതൊരു പാതയ്ക്ക് കൂടിയുള്ള സ്ഥാനനിർണയ സർവേയും നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു. TCV, ചെറുതുരുത്തി. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു.
വ്യാഴാഴ്ച രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവച്ചത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ജങ്കാർ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കടത്ത് ബോട്ട് ആരംഭിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരമേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമാണ് അഴീക്കോട് മുനമ്പം ഫെറി. മത്സ്യബന്ധന മേഖലയിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ബോട്ട് സർവീസിനെയാണ്. മുന്നറിയിപ്പില്ലാതെ ബോട്ട് സർവീസ് നിലച്ചത് നാട്ടുകാരെ വലച്ചു. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് 2021 33 ലക്ഷം രൂപ ചിലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത്. പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദ വിശ്രമവേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. മാത്രമല്ല മതിലകത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഒരു മ്യൂസിയവും പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും നടപ്പിലായില്ല. ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കയറിയ അവസ്ഥയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മതിലകത്ത് നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്ര ശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരികെ കൊണ്ട് വരേണ്ടതുണ്ടെന്ന് മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് KM ഗോപാലൻ പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മതിലകം ബംഗ്ലാങ്കടവിൽ ഒരു ചരിത്ര മ്യൂസിയം അന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെ കണ്ടിരുന്നത്. മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്ര ശേഷിപ്പുകളും പുരാവസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗത്തു നിന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു. കമ്പനി വഞ്ചി എന്നാണ് വള്ളത്തിനെ വിളിച്ചിരുന്നത്. നാട്ടുകാർ രാവിലത്തെ സമയം കണക്കാക്കിയിരുന്നത് വഞ്ചിയുടെ ഈ ഹോണിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പുണ്ടായിരുന്നു. ഇതാണ് ബംഗ്ലാവ് കടവ് എന്ന പേരിന് ആധാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഘട്ടത്തിലും ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു. കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു. ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ്. TC വിനോസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയ വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹെവൻശ്രീ അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് 17ഓളം വരുന്ന സ്ത്രീകളായ പ്രവർത്തകർ മാലിന്യ വണ്ടികൾ തടഞ്ഞത്. ശമ്പള ഇനത്തിൽ 1 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹെവൻശ്രീ ഗ്രൂപ്പിലെ അംഗങ്ങൾ 17 വർഷത്തോളമായി ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നാളുകളിൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഓഡിറ്റ് ഒബ്ജക്ഷൻ ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭാ അധികൃതർ ഈ തീരുമാനമെടുത്തത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം നിശ്ചിത ചർച്ചകൾക്കൊടുവിലാണ് എടുത്തത്. എന്നാൽ LDFും BJPയും തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കൺസോർഷ്യത്തിൽ നിന്നും ഹെവൻശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹെവൻശ്രീ അംഗങ്ങളുടെ ശമ്പളം മുടങ്ങിയതും പ്രതിഷേധത്തിന് കാരണമായതും. ഞങ്ങൾക്ക് 1 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഓൺ ഫണ്ടിനാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. ഓൺ ഫണ്ടിന് പൈസ ഇല്ലെന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മ കൺസോർഷ്യം അക്കൗണ്ടിൽ പ്ലാസ്റ്റിക് വിറ്റൊക്കെ ആദ്യം ഓൺ ഫണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൺസോർഷ്യം അക്കൗണ്ടിലേക്കായി. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒപ്പിടില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും നാൾ ഏത് വകുപ്പിലാണോ ശമ്പളം തന്നുകൊണ്ടിരുന്നത് ആ വകുപ്പിൽ തന്നെ തുടർന്ന് തന്നാൽ മതി. ശമ്പള വർധന വേണ്ടി ഞങ്ങളൊരു അപേക്ഷ വെച്ചിരുന്നു. അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. TCV ഇരിങ്ങാലക്കുട.
മണത്തല കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരപ്പിൽത്താഴം ട്രഞ്ചിംഗ് ഗ്രൌണ്ടിന് മുൻപിൽ ധർണ നടത്തി. പരപ്പിൽത്താഴം ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പുറത്ത് മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ചാവക്കാട് നഗരസഭ പരിസരവാസികളെ രോഗശയ്യയിലേക്ക് തള്ളിവിടുന്നു എന്നാരോപിച്ചായിരുന്നു ധർണ. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും തൃശൂരിൽ നിന്നെത്തിയ സ്കൂബ ടീമും മണിക്കൂറോളമാണ് തിരച്ചിൽ നടത്തിയത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ വേണു മകൻ 20 വയസ്സുള്ള ഹരികൃഷ്ണൻ പുഴയിൽ ചാടിയത്. സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ വഴി സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യാശ്രമം നടത്തിയത്. പാലത്തിൽ ഫെൻസിംഗ് നടത്തുമെന്ന് അധികൃതർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയതായും മന്ത്രി അറിയിച്ചു. കരുവന്നൂർ പാലത്തിന് ആത്മഹത്യ മുനമ്പാക്കാൻ അനുവദിക്കില്ല. ആത്മഹത്യകൾ കൂടിവരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. 2500 രൂപ നഷ്ടപ്പെട്ടു. പുല്ലൻ വീട്ടിൽ വിൽസന്റെ വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്. വിൽസനും ഭാര്യയും വ്യാഴാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ചാലക്കുടി പോലീസ് കേസെടുത്തു. മാള കേബിൾ വിഷൻ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച നടക്കും. വരിക്കാരുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കാണ് ക്യാഷ് അവാർഡ് അടക്കമുള്ള പുരസ്കാരം നൽകുന്നത്. 450ഓളം വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. ശനിയാഴ്ച 2-ന് മാള പാറേക്കാട്ട് ഹാളിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ, ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് G നായർ എന്നിവർ മുഖ്യാതിഥികളാകും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, ഡയറക്ടർ P ഗിരീശൻ, PM സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ ഓഫീസിന് മുന്നിൽ ABVPയുടെ പ്രതിഷേധം. ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിൽ മന്ത്രിസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചു. കഴിഞ്ഞ 7 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസം വിദേശ നിലവാരത്തിൽ ഉയർത്തിയിട്ടില്ല. ഗാന്ധിജിയും ഇന്നലെയും പഠിച്ച കാലഘട്ടമല്ലെന്നും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. ABVP തൃശൂർ ജില്ലാ സെക്രട്ടറി KS യദുകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുട്ടംകുളം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കുളം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നതിനായി 4 കോടി രൂപയാണ് കൈമാറിയത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ കുട്ടൻകുളത്തിന്റെ മതിൽ ഇടിഞ്ഞിരുന്നു. താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് നാളുകളായി കുളം സംരക്ഷിച്ചിരുന്നത്. കുളം മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ സമരങ്ങളും നടത്തിയിരുന്നു. കുടൽമാണിക്യം ക്ഷേത്രത്തിന്റെയും കുട്ടംകുളത്തിന്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താകും നിർമ്മാണം നടക്കുക. മണ്ണമ്പേട്ട വട്ടണാത്രയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണു. തൈപ്പറമ്പിൽ ബിനോയുടെ വീടിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണത്. സംഭവ സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന 2 കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മകൾ കുളിക്കുന്നതിനിടെയാണ് ശുചിമുറിയുടെ ചുമരും മേൽക്കൂരയും ഇടിഞ്ഞു വീണത്. ശബ്ദം കേട്ട് കുട്ടി പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി. വീടിന്റെ ചുമരുകൾക്കും വിള്ളലേറ്റിട്ടുണ്ട്. വീട്ടുകാരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു.
ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല. കുട്ടികളെ അംഗൻവാടിയിലേക്ക് അയക്കരുതെന്ന് രക്ഷിതാക്കളോട് അപേക്ഷിച്ച് ചാലിശ്ശേരിയിലെ അംഗൻവാടി അധ്യാപിക രമാദേവിയുടെ ശബ്ദരേഖ പുറത്ത്. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റിയില്ല. കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്നപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറെ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. പെരുവണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. ഏതു നിമിഷവും നിലംപതിക്കാറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗനവാടി കെട്ടിടത്തിലേക്കെത്താൻ. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 8 വർഷത്തിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതലരിച്ച് ദ്രവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിനോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട്. പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കുട്ടികൾക്ക് ഭീഷണിയാണ്. ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലംപതിക്കുന്നതും പതിവായിരുന്നു. ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത്. വാർഡംഗം ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. TC വിനോസ്, കുന്നംകുളം. ദേശീയപാത ചെമ്പൂത്രയിൽ ഡിവൈഡറിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ഡിവൈഡറിൽ ഇടിച്ച ലോറി റോഡിന് കുറുകെ മറിയുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മറിഞ്ഞ ലോറി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാത 66-ൽ ചരക്ക് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശ്രീനാരായണപുരം 5-ാം പരുത്തിയിലായിരുന്നു സംഭവം. പഞ്ചസാരയുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വീടിന്റെ ഇരുമ്പ് മതിൽ തകർത്താണ് മറിഞ്ഞത്. വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ണല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി MC കുഞ്ഞുമോയിൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 19-നാണ് കേസിനാസ്പദമായ സംഭവം. ഗ്യാസ് സിലിണ്ടർ ഇറക്കാൻ സഹായത്തിനായി വിളിച്ച ശേഷം കയറിപ്പിടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പട്ടികജാതി പീഡന നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI KK പ്രസാദ്, ASI M സുമൽ, സീനിയർ CPO സിദീജ, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ നെല്ലിപ്പറമ്പ് ജംഗ്ഷനിലെ കലുങ്ക് പാലം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതാനും വർഷം മുമ്പ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചപ്പോൾ കലുങ്ക് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാതിരുന്നതാണ് അപകട ഭീഷണിക്ക് കാരണം. നേരത്തെയുണ്ടായിരുന്ന വീതി കുറഞ്ഞ റോഡിന് അനുസൃതമായാണ് വർഷങ്ങൾക്ക് മുമ്പ് കലുങ്ക് നിർമ്മിച്ചത്. ഇതുമൂലം റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കലുങ്ക് പാലത്തിന്റെ കോൺക്രീറ്റ് ഭിത്തി വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വാഹനമിടിച്ചതിനെ തുടർന്ന് കോൺക്രീറ്റ് ഭിത്തി പകുതിയോളം തകർന്നു വീണ് കിടക്കുന്ന സ്ഥിതിയാണ്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കലുങ്ക് വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ വയോധികനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകാമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പെൺകുട്ടിയെ കടന്നുപിടിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പുന്നേർക്കുളം പാപ്പാളി ബീച്ചിൽ കാറ്റാടി മരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാപ്പാളി പോന്നോത്ത് സലീമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 26-നാണ് അപകടമുണ്ടായത്. കടലോരത്ത് തെങ്ങിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നാളികേരം പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കാറ്റാടി മരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. വേലൂരിൽ കിണറ്റിൽ ഡീസൽ ഒഴിച്ച് മലിനപ്പെടുത്തി. വേലൂർ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിറപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രി സാമൂഹ്യവിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം മലിനമാക്കിയത്. ബിജുവിന്റെ അമ്മ വെള്ളമെടുക്കാൻ വന്നപ്പോഴാണ് ഡീസൽ മണക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആരോഗ്യവകുപ്പിലും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. കാൽനടയാത്ര പോലും സാധ്യമാകാതെ ചേലക്കരയിലെ ഒരു റോഡ്. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. ചേലക്കര വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് റോഡിലാണ് ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകളിടാൻ വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് നാട്ടുകാർക്ക് ദുരിതമാവുകയാണ്. റോഡിന് കുറുകെയും വശങ്ങളിലും കുഴികളെടുത്തത് മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുകയാണ്. ഈ വഴികളിൽ വാഹനയാത്രയും കാൽനടയും ഇപ്പോൾ പ്രയാസമാണ്. ഈ റോഡിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ മറ്റൊരു വാഹനം വന്നാൽ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തെന്നി വീഴുന്നതും വാഹനങ്ങളുടെ ടയർ താഴുന്നതും ഇവിടെ പതിവാകുകയാണ്. കുഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ദുരിതയാത്രയ്ക്ക് കാരണമായി മാറിയത്. 2 മാസമായി ഈ അവസ്ഥയിലാണ് ആളുകൾ യാത്ര ചെയ്തു വരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഉടൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCB ന്യൂസ്, ചേലക്കര. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പന് മർദ്ദനമേറ്റെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതിന്റെ പേരിൽ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും ഭൂമി കച്ചവടം സംബന്ധിച്ച സംസാരത്തിനിടെ ഉണ്ടായ തർക്കത്തെയാണ് ആക്രമണമെന്ന് ചിത്രീകരിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ വ്യക്തമാക്കി. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു സംഘടനയില്ല. CPM ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിലെ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വ്യക്തിയാണ് തന്റെ പേരും ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞതെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടക്കാമ്പാൽ ചിറക്കൽ സെന്ററിലെ കുഴി അധികൃതർ അടച്ചു. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിന് നടുവിൽ വലിയ കുഴി രൂപപ്പെട്ടത് TCV കഴിഞ്ഞ ദിവസം വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസ് ജനപ്രതിനിധികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ കുഴികൾക്ക് മുൻപിൽ പ്രതിഷേധിച്ചിരുന്നു. മൂന്നര വർഷക്കാലമായി ചേലക്കര പഞ്ചായത്തിലെ LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണം തീർത്തും പരാജയമാണെന്ന് പ്രതിപക്ഷ മെമ്പർമാർ. പഞ്ചായത്തിലെ 22 വാർഡിലേക്കും ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു. പാർട്ടി നോക്കി വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുന്ന സമീപനമാണ് നടന്നുവരുന്നത്. CPM മെമ്പർമാരുടെ വാർഡുകളിൽ കൂടുതൽ ഫണ്ട് നൽകുകയും കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിൽ ഫണ്ട് നൽകുന്നതിൽ വിവേചനം കാണിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിച്ചു. UDFന് അർഹതപ്പെട്ട വിഹിതം നൽകാതെ LDF ഭരണസമിതിക്ക് മുന്നോട്ടു പോകാനാകില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, മെമ്പർമാരായ A അസനാർ, PC മണികണ്ഠൻ, സതീഷ് മുല്ലയ്ക്കൽ, നിർമ്മല, ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് തക്കതായ മറുപടിയും ഉപരോധ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ബഹുമാനപ്പെട്ട ജനങ്ങളാണ് ഞങ്ങളുടെ എല്ലാം, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് തൊഴിലുറപ്പ് ഓഫീസ്? CPMന്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഡെയിലി വേജസ് വെക്കുന്ന DYFI കാരണം CPM കാരണം ആ പഞ്ചായത്ത് ഒരു ചന്തപ്പുര പോലെ കൊണ്ടു നടക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ള കാര്യം അവിടെ ഉദ്യോഗസ്ഥരെയും കാണേണ്ട, എപ്പോ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എന്ത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കൊടിമര ചുവട്ടിലെത്തി ദർശനം നടത്തിയ രേഖ ശർമ്മ നാലമ്പലത്തിൽ കടന്ന് സോപാനത്തിന് മുന്നിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുത് കാണിക്കയർപ്പിച്ചു. ദർശനത്തിന് ശേഷം ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ K പ്രദീപ് കുമാർ ഗുരുവായൂരപ്പന്റെ കളഭവും തിരുമുടി മാലയും പഴം പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദവും നൽകി.
2.5 കോടിയിലേറെ രൂപ ചിലവഴിച്ച് നടത്തിയ പാവറട്ടി സെന്റർ വികസനം എങ്ങും എത്താത്തതിൽ പ്രതിഷേധിച്ച് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം മഴ പെയ്താൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. എംഎൽഎയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരി കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ധർണ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എ.ജെ. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ CL റാഫേൽ, ലിസ കെ പോൾ, ഷിജിൽ വർഗീസ്, PI റാഫേൽ, EA ജോസൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ അവസ്ഥ റോഡിന്റെ എന്ന് പറയുമ്പോൾ ഈ മുൻപിൽ കൂടെ പോകുന്ന മെയിൻ റോഡ് പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം റോഡരികിലെ കലുങ്കിനടുത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. മഴയിൽ ഒഴുകിവന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കലുങ്കിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയായിരുന്നു. കലുങ്കിനടിയിലെ മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിലും ഇവ സമീപത്ത് തന്നെ കൂട്ടിയിടുകയായിരുന്നു. കൂട്ടിയിട്ട മാലിന്യങ്ങൾ വീണ്ടും കലുങ്കിലേക്ക് ഒലിച്ചിറങ്ങി തുടങ്ങി. റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രശസ്ത സിനിമാ ഛായാഗ്രാഹകൻ പ്രമോദ് മൊണാലിസ അന്തരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയാണ്. നിരവധി സിനിമകൾക്ക് വേണ്ടിയും സീരിയൽ ആൽബങ്ങൾ തുടങ്ങിയവയിലും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് മേത്തലയിലെ വീട്ടുവളപ്പിൽ നടക്കും. വൃദ്ധയായ വള്ളിയമ്മയ്ക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ സർക്കാർ സഹായം കൂടിയേ തീരൂ. കാട്ടൂർ മുനയം തുപ്രാടൻ വീട്ടിൽ വള്ളിയമ്മ എന്ന 74-കാരിയാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ സഹായം കാത്തിരിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ വള്ളിയമ്മയുടെ ഓലവീട് വാസയോഗ്യമല്ലാതായി. പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പട്ടികജാതി വിഭാഗക്കാരിയായ വള്ളിയമ്മ ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ അംഗീകരിച്ച സർക്കാർ പദ്ധതി പ്രകാരം ആദ്യ ഗഡു 95,000 രൂപ നൽകി. ഈ തുക ഉപയോഗിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തറ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം 2ാം ഘട്ട അപേക്ഷ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ലൈഫിന്റെ സൈറ്റിൽ നിന്ന് വള്ളിയമ്മയുടെ പേര് അപ്രത്യക്ഷമായി എന്ന് കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിച്ചത്. വീടിനായി ഇരിങ്ങാലക്കുട താലൂക്ക് ഓഫീസിൽ അപ്പീൽ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകി. ഈ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും വീടിന്റെ കാര്യത്തിൽ നടപടിയായില്ല. കനോലി കനാലിന്റെ തീരത്തെ തന്റെ 5.5 സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് വള്ളിയമ്മ ഇപ്പോൾ താമസിക്കുന്നത്. മഴക്കാലത്ത് മറ്റ് ബന്ധുവീടുകളിലാണ് രാത്രികാലങ്ങളിൽ കഴിയുന്നത്. സമീപത്തെ കനോലി കനാലിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതുകൊണ്ടാണ് തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വള്ളിയമ്മ പറഞ്ഞു. വീട് നിർമ്മാണത്തിലെ പ്രതിസന്ധി നീക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് വള്ളിയമ്മയുടെ ആവശ്യം. 4 കൊല്ലമായി ഞങ്ങൾ അപേക്ഷിച്ചിട്ട്. ഞങ്ങൾ ഈ പുഴയുടെ തീരത്ത് കിടക്കണ കാരണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും അവിടുന്ന് അനുവദിക്കുന്നില്ല. ആദ്യത്തെ തറ കെട്ടാനായിട്ട് ഒരു ഘട്ടം കിട്ടി. പിന്നത്തെ ഗഡുവ് ചെന്നപ്പോ പറഞ്ഞു, അവിടുന്ന് അന്വേഷിക്കാൻ വന്നപ്പോ ഈ പുഴ അടുത്തായ കാരണം ഈ പൈസ തരാൻ നിർവാഹമില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഉണ്ടായത്. 2 കുഞ്ഞുമക്കളുണ്ട്, ഞങ്ങൾക്കൊന്ന് കയറി കിടക്കണ്ടേ. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഗുരുവായൂർ നഗരസഭ 10ാം വാർഡിലെ പാലുവായ് ശാന്തി നഗറിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KM മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ് ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ കൗൺസിലും ഗുരുവായൂർ നഗരസഭയുടെ വികസനത്തിന്റെ പങ്കാളികളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മളെ. 6 കോടിയുടെ അഴിമതിയെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ. LDF ഭരിക്കുന്ന നഗരസഭയിൽ ഫയലുകൾ ഇല്ലാതെയും രേഖകളില്ലാതെയും നടത്തിയ 6 കോടി രൂപയുടെ ചെലവുകൾ ജില്ലാ ഓഡിറ്റ് വിഭാഗം തടഞ്ഞതായി പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചിരുന്നു. ആരോപണത്തിന് മറുപടിയായി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ പ്രസ്താവനകളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണഗതിയിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന അപാകതകൾക്കെല്ലാം തന്നെ പരിഹാരമുണ്ടാകാറുണ്ടെന്നും അതിനനുസരിച്ച് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയും മറുപടി കൊടുത്ത് അപാകതകൾ പരിഹരിക്കാറുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു.
നഗരസഭ നടത്തിയ ഓഡിറ്റുമായി എല്ലാ വർക്കുകൾക്കും കൃത്യമായ രേഖകളും ബന്ധപ്പെട്ട ഫയലുകളും ഉണ്ട്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ക്രമക്കേടോ അഴിമതിയോ നടന്നിട്ടില്ല. നഗരസഭയുടെ ഏറ്റവും പ്രശസ്തമായ പദ്ധതിയാണ് മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏത് ഓഡിറ്റ് തടസ്സങ്ങളും നഗരസഭ തീർപ്പാക്കാവുന്നതാണ്. നഗരസഭയിൽ വന്നിട്ടുള്ള എല്ലാ തടസ്സവാദങ്ങളും നഗരസഭ തീർപ്പാക്കും. പ്രതിപക്ഷം തന്നെ രണ്ട് ചേരിയിലാണെന്നും അവരുടെ ഗ്രൂപ്പിസം വിവിധ പരിപാടികളിലും പ്രതിഫലിക്കാറുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ 5ാമത് ആണ്ടുനേർച്ച പുലിക്കണ്ണിയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് ശൈഖുന അബ്ദുൽ ഖാദിർ ഫൈസി പൈങ്കണ്ണിയൂർ പതാക ഉയർത്തും. രാത്രി 7-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും സോളാർ സമർപ്പണവും നിർവഹിക്കും. ശനിയാഴ്ച രാത്രി 7:30-ന് MT അബ്ദുള്ള മുസ്ലിയാർ പ്രഭാഷണം നടത്തും. ഇർഷാദ് വാഫി ആനപ്പുറം, ഇല്യാസ് മൗലവി, ഹുസൈൻ അരിപ്പുറം, ഇബ്രാഹിം ഹുദവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,705 രൂപ, പവന് 53,640 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,623 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പണമടയ്ക്കാത്തതിനാൽ 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് നിർത്തിവച്ചു. മാള, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിർത്തിവച്ചത്. സംസ്ഥാനത്ത് 3ാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളിലാണ് 3ാം പാതയ്ക്ക് സാധ്യത. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് നിർത്തിവച്ചു. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ബംഗ്ലാവ് കടവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാഹനങ്ങൾ തടഞ്ഞത്. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. കരുവന്നൂർ വലിയ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.